ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ റമദാൻ സ്പെഷ്യൽ ഐറ്റം ഒരു ട്രഡീഷണൽ ഐറ്റം ആയാലോ. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഈ പോള എന്ന് പറഞ്ഞിട്ട്, അതായത് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പോള, പിന്നെ കടലപ്പരിപ്പ് കൊണ്ടുള്ള പോള, ഇങ്ങനെ പലതരം പോളയുണ്ട്. അതൊരു ട്രഡീഷണൽ വിഭവമാണ്. അപ്പോൾ ഇപ്പോൾ കുറേ കൂടെ ആധുനികമായ കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ എന്താ പറയുക, എക്സ്പെരിമെൻ്റലായിട്ട് ആൾക്കാർ ഓരോന്നൊക്കെ ഉണ്ടാക്കി അതും ടേസ്റ്റാണെന്ന് മനസ്സിലായി. അങ്ങനെ പുതിയ പുതിയ വെറൈറ്റി പോളാസൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാന കാര്യമാണ് ക്യാരറ്റ് വെച്ചിട്ടുള്ള പോള. അപ്പോൾ ക്യാരറ്റ് പോളയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ക്യാരറ്റ് മതി. 2 ക്യാരറ്റ് റെഡി. ഓക്കെ. പിന്നെ മുട്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി. നോക്കി 2 കഷ്ണങ്ങളാക്കാം ആദ്യം. ഓക്കെ, വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അപ്പോൾ എൻ്റെ തൊലിയൊക്കെ ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ലൈസസ് പോലെ മുറിക്കാം. നല്ലതായിട്ട് കഴുകി എടുത്തത് തന്നെയാണ്. ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇടുന്നു. ഓക്കെ. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം. അപ്പോൾ ക്യാരറ്റ് വേകുന്ന സമയം വേറൊന്നും ചെയ്യാനില്ല. ആക്ച്വലി പറഞ്ഞാൽ വേറെ അരിയൽ കാര്യങ്ങളൊന്നുമില്ല. ക്യാരറ്റ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കും. ക്യാരറ്റ്, അതിൻ്റെ കൂടെ പാൽപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, മിൽക്ക് പൗഡർ. പിന്നെ മുട്ട, ഈ കായ്പോളയാണെങ്കിലും എല്ലാത്തിനും പോളകൾക്ക് കൂടുതലായിട്ടും മുട്ട ഒരു പ്രധാന ചേരുവയാണ്. അപ്പോൾ ഒരു 5 മുട്ട അതും റെഡിയാണ്. പിന്നെ മധുരം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്കിലും മധുരം പഞ്ചസാര വേണം. അപ്പോൾ ഇതാണ് പ്രധാന കാര്യം. പിന്നെ അതിനകത്ത് വേറെ ഒരു ഫ്ലേവറിങ് ഏജൻറ്റിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ഞാൻ കാണിച്ചു തരാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് വേകുന്ന സമയം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. ഓക്കെ, മതി. ഇനി ആ വെള്ളം ഒന്ന് വറ്റിയാൽ മതി, ജസ്റ്റ് ഒന്ന് വറ്റിയാൽ മതി. റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പോൾ വെള്ളം ഏതാണ്ട് ഓൾമോസ്റ്റ് ഡ്രൈ ആയി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് ഇപ്പോൾ ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കും. അതവിടെ ഇരിക്കട്ടെ. ഈ സമയം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാക്കിയിട്ട് ഇതിലിട്ടിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ്, എല്ലാ കാര്യങ്ങളും വേണം. അപ്പം 5 മുട്ട അതാദ്യം ഇടാം. 5 eggs നോക്കിക്കോളൂ. എന്നിട്ട് ചെയ്യാം. ഓക്കെ, 5 മുട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചേക്കാം. 5 മുട്ടയും എടുക്കും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിനോടൊപ്പം ഇതൊരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എവറിഡേയുടെ മിൽക്ക് പൗഡറാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് എടുക്കുക. 5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ 2 ക്യാരറ്റും കൂടെ ചേർക്കാം. ഒരല്പം തണുത്തിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, കുഴപ്പമില്ല, അത്യാവശ്യം തണുത്തു. ഇനി ഇതിൽ ഫ്ലേവറിങ് ഒന്നും ചേർക്കരുത് കേട്ടോ, ഒരു ഏലക്കായോ ഒന്നും വേണ്ട. ഇനി ഒന്നുമില്ല, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ബീറ്റ് ചെയ്ത്. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി അരഞ്ഞ് ഇതിൻ്റെ കൂടെ എല്ലാം മാക്സിമം എല്ലാം കൂടെ സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് കിട്ടും, ഒരു ബാറ്റർ പോലെ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഫ്ലേവറിങ് ഏജൻസി ഇതിന് ആവശ്യമില്ല. ഒരു എസൻസോ അല്ലെങ്കിൽ ഏലക്ക ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആയിട്ടില്ല, ഇച്ചിരി കൂടെ അരയാനുള്ളത്. പീസസ് ഇച്ചിരി കിടക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് വന്നിട്ടുണ്ട്. മതി. അങ്ങനെ റെഡി. നമ്മളുടെ ക്യാരറ്റ് പോളയ്ക്ക് വേണ്ട കാര്യം സെറ്റ്. ഇനി ഒരു പാത്രം, അതായത് ചൂട് കട്ടിയുള്ള പാത്രം. ഇത് ഞാൻ എടുത്ത് പറയുന്നത്, ഇതുപോലെ കായ്പോള, ക്യാരറ്റ് പോള, പിന്നെ ചട്ടിപ്പത്തിരി പോലെയുള്ള കാര്യങ്ങൾ, പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം ഒരു പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ടെഫ്ലോണിൻ്റെ ഓക്കെ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് വാങ്ങിച്ച് വയ്ക്കുക. നല്ല ബേസൊക്കെ നല്ല കട്ടിയാണ്, പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെ, ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഒരല്പം നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആയിക്കോട്ടെ. ഈ ബേസിൽ കംപ്ലീറ്റ് നെയ്യ് വേണം. ഇതിൽ വേണമെങ്കിലും അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട്
ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇനി ഞാനതിലേക്ക് ഒഴിക്കാൻ പോകും. ഇനി ഒന്നും ചെയ്യേണ്ട, പാത്രം ഒന്ന് മൂടി വയ്ക്കാം. ഇതിന് തന്നെ ലിഡോട് കൂടിയാണ് വരുന്നത്. അപ്പം നല്ല ചൂടായി കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നമ്മുടെ ബാറ്റർ ഒഴിച്ചത്. എന്നിട്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ സിമ്മിലേക്ക് മാറ്റാം. പാത്രം അടച്ചല്ലോ, ടൈറ്റാണ്, ആവിയൊന്നും പുറത്തേക്ക് പോകില്ല. ഇനി ചെറിയ തീയിൽ കിടക്കട്ടെ. ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ അനക്കാണ്ട് വയ്ക്കും. അത് വെയിറ്റിംഗ് ടൈമാണ്. അത് കഴിയുമ്പോൾ ഒരു സൈഡ് കറക്റ്റായിട്ട് അടിഭാഗമൊക്കെ നല്ലതായിട്ടാകും. ഇതൊന്ന് സെറ്റായി വരും. അത് ചിലപ്പോൾ 15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 20 മിനിറ്റ് നോക്കാം. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. തുറന്ന് കാണിക്കട്ടെ, നോക്കിക്കോളൂ. ചെറിയ തീയിലേ ഇടാവുള്ളൂ കേട്ടോ, വളരെ സിമ്മിൽ. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് പോള റെഡി. ഞാൻ തീ ഓഫ് ചെയ്തു. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വയ്ക്കാം. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നതുണ്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ പോലെയൊക്കെ ഉണ്ടാവും. മോൾ ഭാഗം വളരെ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ, യെല്ലോ ഓറഞ്ച് കളറിലിരിക്കണം, ക്യാരറ്റിൻ്റെ കളർ. അപ്പോൾ അവിടെയും കൂടി ഒരു പ്രാവശ്യം തിരിച്ചിടണം. അപ്പോൾ തിരിച്ചിടാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് എന്താ വെച്ചാൽ, ഒരു പ്ലേറ്റിൽ ഇച്ചിരി നെയ്യ് തടവിയിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ വെച്ചിട്ട് ഈ പാത്രത്തിനെ അതിലേക്ക് കമഴ്ത്തണം. ഇങ്ങനെ നോക്കിയേ. അപ്പോൾ ഒരു സൈഡ് കാണുന്നുണ്ടല്ലോ, അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇറങ്ങി വരും. അത് നമ്മൾ നെയ്യ് ബേസിലുണ്ടായിരുന്നല്ലോ, ഇതുപോലെ ഇറങ്ങി വരും. അപ്പുറത്തെ സൈഡ് നല്ല വൈറ്റാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും തിരിക്കുന്നു. അപ്പോൾ മുകൾ ഭാഗം വീണ്ടും മുകൾ ഭാഗമായിട്ട് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പാത്രം തന്നെ കറക്റ്റായിട്ട് ഇതിനകത്ത് വെച്ചിട്ട് കമഴ്ത്തുക. അപ്പോൾ സർക്കസാണ് കേട്ടോ. അപ്പോൾ അടിഭാഗം മുകളിലും വന്നു, മുകൾ ഭാഗം അടിഭാഗത്തേക്കും വന്നു. ഇനി വീണ്ടും ഒരല്പസമയം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിലിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഭാഗവും നമ്മളൊരു യെല്ലോ കളറിലിരുന്നില്ലേ, ആ ഭാഗം ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് വരും. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്ലേറ്റിലേക്ക് കമഴ്ത്തി. അപ്പോൾ ഇതാണ് നമ്മളുടെ മറിക്കുന്ന ടെക്നിക്ക്. ശ്രദ്ധിച്ച് വയ്ക്കുക, ഇതാണ് പരിപാടി. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അടപ്പിലേക്ക് തിരിച്ച് കമഴ്ത്തുന്നു, എന്നിട്ട് അടപ്പിൽ നിന്നും ഈ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് തിരിച്ചിടുന്നു. അപ്പോൾ മുകൾ ഭാഗം അടിഭാഗത്തേക്ക് വന്നു, ഈ അടിഭാഗം മുകളിൽ എത്തി. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിട്ടാൽ മാത്രം മതി. 5 മിനിറ്റ്സ് കൊടുക്കാം. ഓക്കെ, 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ചെറിയ രീതിയിൽ. അപ്പോൾ ഒരു 3 മിനിറ്റ് സമയം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പ് തുറന്ന് വയ്ക്കാം. അടിഭാഗം കൂടി ചെറുത്തിട്ട് കളർ. ഇനി ഞാൻ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. പാത്രത്തിന് എന്തായാലും കുറച്ച് ചൂടുണ്ടല്ലോ. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, തീ ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം പ്ലേറ്റിലേക്ക്. ഇതുപോലെ തന്നെ പ്ലേറ്റ് വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം സർക്കസാണ്, സർക്കസ്. ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ കളർ മാറിയില്ലേ, വേണമെങ്കിൽ കുറച്ചൊരു 2-3 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തും ഈ കളർ വരും. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ആകാം. നല്ല ചൂടാണ്, ഒന്ന് തണുക്കാനായിട്ട് അല്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം ഞാൻ. അങ്ങനെ നമ്മളുടെ ക്യാരറ്റ് പോള റെഡി. നൈസ് ലുക്കിംഗ്, നൈസ്, സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. നല്ലതാണ് കേട്ടോ. ഇത് മുകൾ ഭാഗം, അടിഭാഗം നല്ലതായിട്ടും ഒരു ബ്രൗൺ കളറുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ സുന്ദരി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണണ്ടേ, കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, സോഫ്റ്റ് ഫ്ലഫി. എനിക്ക് പറയാൻ വാക്കുന്നില്ല. നോക്കാമേ എങ്ങനെ കട്ട് ചെയ്യാൻ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. വെഡ്ജസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, പൈപ്പിംഗ് ഹോട്ട്. ചൂട് ആവി ഇങ്ങനെ പോകുന്നുണ്ടോ, കണ്ടോ? ഇതാണ് ഞാൻ കട്ട് ചെയ്ത ഭാഗം. എത്ര സോഫ്റ്റാണ് നോക്കിയേ, സോ സോഫ്റ്റ്. നോക്കിയേ സോഫ്റ്റ്നെസ്. നോക്കുകയോ പഞ്ഞി പോലെ ഇരിക്കുന്നത് കണ്ടോ, സോഫ്റ്റ്, വെരി വെരി സോഫ്റ്റ്. ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ മുറിച്ചതാണ്. ഇതാണ് സംഭവം, കണ്ടോളൂ. നീറ്റ്. ഇതെപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അത്ര സിമ്പിളാണ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഉണ്ടാക്കാൻ എന്ത് എളുപ്പം അറിയാം. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ, ചൂടിൻ്റെ ക്രമീകരണം. അതായത് പാത്രം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് നെയ്യ് ഒഴിക്കുക, ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ ബാറ്റർ ഒഴിക്കുന്നു, പാത്രം അടയ്ക്കുന്നു.
ഇതുപോലെയുള്ളൊരു പാത്രം വളരെ മസ്റ്റാണ്. ചുവട് കട്ടിയുള്ളൊരു നല്ല ബേസുള്ളൊരു പാത്രം. ആവി പുറത്ത് പോകാൻ പാടില്ല. പിന്നെ ഏറ്റവും ചെറിയ തീയിലിട്ടാൽ മതി. ഒരു 15 മിനിറ്റ്സ് തന്നെ ധാരാളം മതിയാകും. ചിലപ്പോൾ ഒരു 15-17 മിനിറ്റ് ആകും. അത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊടുക്കുക ഓഫ് ചെയ്തിട്ട് തീ. എന്നിട്ടത് ആദ്യം പ്ലേറ്റിലെടുക്കുക, പിന്നെ അത് പാത്രത്തിൻ്റെ അടപ്പിലെടുക്കുക, തിരിച്ച് വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഇടുക, വീണ്ടും ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ചെറിയ തീയിൽ കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ ഇത് ശരിക്കും ഇഫ്താറിൻ്റെ സമയത്ത് നമ്മളുടെ നോമ്പ് തുറയ്ക്ക് പറ്റിയൊരു ഐറ്റമാണ്. ഇതുപോലെ ഉണ്ടാക്കി ടേബിളിൽ വയ്ക്കാമല്ലോ. അപ്പോൾ ലേഡീസിനെല്ലാം എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റമല്ലേ. സോ സിമ്പിൾ. അങ്ങനെ നമ്മളുടെ ബ്യൂട്ടിഫുൾ ക്യാരറ്റ് പോളയുമായി നിൽക്കുന്ന കണ്ടോ, കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്തോളൂ, സെയിം റിസൾട്ട് കിട്ടും. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എൻ്റെ ഈ പാത്രമാണ് കേട്ടോ. ഓക്കെ, ടെഫ്ലോണിൻ്റെ. ഓക്കെ, ഈ ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇനി പല വിഭവങ്ങളും നമുക്കിതിൽ ഉണ്ടാക്കാനുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കട്ടെ ഇത്. എന്തായാലും ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യാം. ഞാനൊരു സ്പൂൺ എടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കാരമൽ കസ്റ്റർഡൊക്കെ കഴിക്കുന്ന പോലെ അങ്ങ് അത്ര സോഫ്റ്റാണ്. കഴിച്ചുകൊണ്ടേയിരിക്കും, നിർത്താനേ തോന്നില്ല. സത്യമാണ്. മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്, അതാണ് എൻ്റെ സത്യാവസ്ഥ. അലിഞ്ഞു പോകുന്ന സ്വാദ്. എക്സലൻറ്റ്. അപ്പോൾ ഇത് എഗ്ഗെല്ലാം ചേർന്ന് വരുന്നതുണ്ട്. ഇപ്പോൾ നോമ്പൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ശരിക്കും വളരെ ന്യൂട്രിറ്റീവായിട്ട് മുട്ട ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രോട്ടീനൊക്കെ ധാരാളമായിട്ട് ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ പണ്ടത്തെ കാലത്തെ ആൾക്കാർ ഇങ്ങനെ മുട്ടയുടെ ഉപയോഗം, മുട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, എഗ്ഗ്, പാല്, ഇതെല്ലാം അവരുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരോ മാറ്റങ്ങളാണ്. ഈ പോള തന്നെ പല 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 ടൈപ്പ് ചെയ്യാം. ഞാൻ ഇനിയും വേറെ ടൈപ്പ് കാണിച്ചു തരാം. എന്തായാലും ഈ പ്രാവശ്യം ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് പോള. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ടേസ്റ്റ് ചെയ്യാനൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, നീ തരാൻ പറ്റില്ലല്ലോ, ഇതിനെ കാണിച്ചു തരാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ. ഓക്കെ. പിന്നെ എലൻ വ്ളോഗ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഫേസ്ബുക്കിലുള്ള അതിൽ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ് ഇടുക. പിന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലും ഈ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാത്തവർക്ക് വാട്സപ്പിലൂടെയും ഫോട്ടോസും വീഡിയോസും അയക്കാം. അപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം. പിന്നെന്താ, നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അതിൻ്റെ ലിങ്കെല്ലാം, ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും മറന്നു പോകും. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു റെക്കമെൻഡഡ് ബൈ യൂട്യൂബ് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് കാണുമല്ലോ. കാണുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കില്ല, പക്ഷേ കാണും. അപ്പോൾ ഓർക്കില്ല സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനും എടുക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് വരും. പിന്നെ ഇനി അഥവാ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 മണിക്കാണ്. ഒന്ന് സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.